ഹൃദയത്തിലെ ചുവന്ന പക്ഷിക്ക് ഒരു കീറ് ആകാശം അവകാശമാണ്. ഉഴുതുമറിച്ച പാടങ്ങൾ തേടി ദേശാടന കിളികൾ അലഞ്ഞു. കൂട്ടിയിട്ട ചുവന്ന മണ്ണിലെ ചീവീടുകളെ കൊക്കിലിറക്കി പാടങ്ങൾ തേടി പറന്നകന്നു. നിങ്ങൾക്ക് വയൽക്കിളി സമരവും അതിൻ്റെ നായകൻ സുരേഷ് കീഴാറ്റൂരിനെയും ഓർമ്മയില്ലേ? അദ്ദേഹം ഫേസ്ബുക്കിൽ കോറിയിട്ട വരികളാണിത്. തളിപ്പറമ്പ് നഗരത്തിന് പുറത്തുകൂടി NH ബൈപ്പാസ് അലൈൻമെന്റ് തയ്യാറാക്കി. ആ അലൈൻമെന്റിൽ കീഴാറ്റൂരിലെ പാടത്തിന്റെ കുറച്ചു ഭാഗവും ഉൾപ്പെടും. ഇത് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുരേഷ് കീഴാറ്റൂരിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. വയൽ നികത്തുന്നതിനെതിരെയുള്ള ആ സമരം വയൽക്കിളി സമരം എന്നറിയപ്പെട്ടു. നിരാഹാരം മുതൽ ആത്മഹത്യാ ഭീഷണി വരെ സമരത്തിലിറങ്ങേറി. ഇടതുപക്ഷം ഒഴികെ മറ്റെല്ലാവരും വയൽക്കിളി സമരത്തിന് പിന്തുണയുമായി എത്തി. കേന്ദ്ര നേതാക്കൾ, സിനിമാ താരങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, അങ്ങനെ നിരവധി പേർ സമരത്തിന്റെ പിന്നണിയിൽ അണിനിരന്നു. CPIMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് സുരേഷ് കീഴാറ്റൂർ. CPIMന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് തളിപ്പറമ്പിലെ കീഴാറ്റൂർ. അതുകൊണ്ട് തന്നെ പാർട്ടി അച്ചടക്കത്തിന്റെ വാളെടുത്തു. പിന്നീട് അങ്ങോട്ട് കണ്ടത് സമരത്തിനുള്ള പ്രാദേശികമായ പിന്തുണ കുറഞ്ഞു വരുന്നതായിരുന്നു. അങ്ങനെ ദൃശ്യ പത്രമാധ്യമങ്ങളെല്ലാം ഈ സമരത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകി. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി വരെ വയൽക്കിളികൾ ചർച്ച നടത്തി. പക്ഷേ അലൈൻമെന്റിന്റെ മാറ്റം വരുത്താൻ NH അതോറിറ്റി തയ്യാറായില്ല. പിന്നീട് സമരം പതുക്കെ കെട്ടടങ്ങി. വയലിൽ മണ്ണിട്ട് NHന്റെ പണി തുടങ്ങി. താമസിയാതെ 6 വരി പാതയിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇന്ന് സുരേഷ് കീഴാറ്റൂർ എന്ന വയൽക്കിളി സമരനായകൻ എവിടെ? CPIയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന യുവകലാസാഹിതി എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനാണെന്ന് സുരേഷ് കീഴാറ്റൂർ എന്ന മനുഷ്യൻ. സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമാണിപ്പോൾ സുരേഷ് കീഴാറ്റൂർ എന്ന ആ വയൽക്കിളി സമരനായകൻ.